ആഭ്യന്തരമന്ത്രി എന്തിനാണ് നിരന്തരം ഇറാൻ സന്ദർശിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഇത് രണ്ടാം തവണയാണ് ഇവിടെ പാകിസ്ഥാൻ മന്ത്രിയാകട്ടെ ഇറാനിലേക്ക് എത്തുന്നത്. ഇറാൻ US സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് അതിന്റെ ഭാഗമായിട്ടാകാം ഇത്തരമൊരു സന്ദർശനമെന്ന റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഈ സന്ദർശനത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരിലും ആശങ്ക നിലനിൽക്കുന്നത്. പാകിസ്ഥാനുമായി മറ്റൊരു സൗഹൃദം സൃഷ്ടിക്കാനുള്ള നീക്കമാണോ ഇതിലൂടെ എന്നതും സംശയത്തിന്റെ നിഴലിലാണ്. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ വീണ്ടും ശക്തമാകുന്നു എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. നിർത്തിവെച്ചിരിക്കുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി വീണ്ടും ഇറാൻ സന്ദർശിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് 2 തവണയാണ് ഇദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്. US ഇറാൻ സമാധാന ചർച്ചകളുമായി തന്നെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇറാൻ നേതാക്കളുമായി ചർച്ച ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നതാണ് ഇപ്പോൾ നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമമായ ജിയോ ന്യൂസ് ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളായ UU അദ്ദേഹത്തിന്റെ സന്ദർശനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അടുത്ത മാസങ്ങളിലായി തന്നെ വീണ്ടും കടുത്ത സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ആണവ കരാർ, സാമ്പത്തിക ഉപരോധങ്ങൾ, പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അവിടെ ഇടനിലക്കാരന്റെ റോളിലേക്ക് നീങ്ങുന്നതായി തന്നെയുള്ള വിലയിരുത്തലുകൾ പുറത്തു വന്നത്. മേഖലയിലെ സ്ഥിരതയ്ക്കും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിലും ഇസ്ലാമാബാദ് സജീവമായി തന്നെ ഇടപെടുന്നുവെന്ന സൂചന പോലും ഈ സന്ദർശനത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാക് സൈനിക മേധാവി അസീം മുനീറുമായി അടുത്ത ബന്ധമുള്ള വൃത്തമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു നേതാവ് അദ്ദേഹവുമായി തന്നെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം അസീം മുനീറിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ പ്രതിനിധി സംഘം ഇറാൻ സന്ദർശിച്ചപ്പോഴും US ഇറാൻ ചർച്ചകളിൽ ഇദ്ദേഹം വലിയൊരു രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ പ്രധാന അജണ്ടകളും പുറത്തു വന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ മറ്റൊരു സന്ദർശനം കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നതും ഇത് രാഷ്ട്രീയ പ്രാധാന്യമായി തന്നെ കൽപ്പിക്കപ്പെടുന്നതും. കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടന്ന ആദ്യ സന്ദർശനത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയൻ, വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഖ്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഹർ ഗലീബഫ്, ഇതുപോലെ ആഭ്യന്തരമന്ത്രി എന്നിവരുമായി തന്നെ വലിയ രീതിയിൽ മറ്റൊരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. സമാധാന കരാറിൽ എത്തിയില്ല എങ്കിൽ ദിവസങ്ങൾക്കകം തന്നെ ഇറാനെതിരെ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നതായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പായി തന്നെ നൽകിയിരുന്നത്. ഗൾഫ് അറബ് നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അവസാന നിമിഷം ആക്രമണം മാറ്റിവെച്ചതെന്നും ട്രംപ് ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനിൽ നിന്നും ഒരു പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഇറാൻ സന്ദർശിച്ചു എന്ന വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.